നീ റീപ്ലേസ്മെന്റ് എന്ന് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. മുട്ട് മൊത്തമായിട്ട് എടുത്ത് മാറ്റി പുതിയ തികച്ചും കൃത്യമായ ഒരു അവയവം പിടിപ്പിക്കുന്ന ഒരു സർജറിയാണ് എന്ന് ആണ് ചിലർക്ക് എങ്കിലും ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ഒരു 20% ആളുകളും നോട്ട് ഹാപ്പി വിത്ത് ദ നീ റീപ്ലേസ്മെന്റ്. യു മേ നോട്ട് ഫീൽ യുവർ നീ ക്വൈറ്റ് നാച്ചുറൽ. നമ്മളുടെ മുമ്പുണ്ടായിരുന്ന നീ പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള നീ റീപ്ലേസ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അത്ര ആക്യുറേറ്റ് ആയിരിക്കും ഈ റോബോട്ടിക്സ് വെച്ച് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്തതിന് ശേഷം സർജൻ അത് തന്നെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ. റോബോട്ട് വിൽ ടേക്ക് ഓൾ ദ കട്ട്സ്. ഈ റോബോട്ടിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവാണ് കാര്യങ്ങൾ. അതായത് ഡോക്ടർ ചെയ്തത് എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. റോബോട്ടിക് ആയിട്ടുള്ള സർജറിക്കിടയിൽ യന്ത്ര തകരാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിലിയറോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത പ്രോട്ടോകോൾ എന്താണ്? എല്ലാവരും വിചാരിക്കുന്ന കണക്ക് റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. അതിന്റെ പുറത്ത് എപ്പോഴും ഒരു ഹ്യൂമൻ കൺട്രോൾ ഉണ്ട്. ഒരു ദിവസം ഈ സർജൻ വേണ്ട, ഇനി റോബോട്ടും എയും മാത്രം മതി, അവർ സർജറി ചെയ്തോളും എന്നൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ടോ? ഏറ്റവും അവസാനം AI റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് സർജനെയാണ്. കാര്യം ഒരു സർജൻ ഫേസ് ചെയ്യുന്നത്ര ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോസ് സത്യത്തിൽ വേറൊരു പ്രൊഫഷണലിലും ഫേസ് ചെയ്യുന്നില്ല. ജീവിതശൈലി മാറിയതോടെ വാർദ്ധക്യത്തിൽ മാത്രമല്ല മധ്യവയസ്സിൽ പോലും പലരെയും അലട്ടുന്ന ഗുരുതര പ്രശ്നമായി മുട്ടുവേദന മാറുകയാണ്. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണ് മുട്ടുമാറ്റിവെക്കൽ അഥവാ നീ റീപ്ലേസ്മെന്റ് സർജറി. ഇവിടെ ഒരു സർജന്റെ കൈത്തഴക്കവും അനുഭവവും റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സൂക്ഷ്മതയ്ക്കൊപ്പം ചേർന്ന് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ 2 പതിറ്റാണ്ടിന്റെ പരിചയസമ്പത്തും 2000-ലധികം വിജയകരമായ സർജറികളുടെ ക്രെഡിറ്റുമുള്ള SP മെഡിഫോർട്ട് ആശുപത്രിയിലെ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജനും ഓർത്തോപീഡിക് സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ നിരഞ്ജൻ TJ. നീ റീപ്ലേസ്മെന്റ് എന്ന് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ശരീരത്തിന് സുഗമമായ ചലനം സാധ്യമാക്കുന്ന ജോയിൻസ് ആണ്. ജോയിൻസിന്റെ ഉപരിതലം ഒരു കാർട്ടിലേജ് എന്ന് പറയുന്ന കട്ടിയുള്ള മിനുസമുള്ള ഒരു പ്രതലം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് ജോയിൻസ് വർക്ക് ചെയ്യുന്നത്. അപകടം കൊണ്ടോ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉള്ള അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയോ മറ്റെന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടോ പൊണ്ണത്തടി കൊണ്ടോ നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറി കൊണ്ടോ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ ഈ സ്മൂത്തായിട്ടുള്ള ആവരണത്തിന് ഒരു ഡാമേജ് സംഭവിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യം ചെറിയ തോതിലുള്ളൊരു ഡാമേജ് അത് വലുതായി വന്ന് നല്ലൊരു ഭാഗം കാർട്ടിലേജ് നഷ്ടപ്പെടുകയും എല്ലും തമ്മിൽ ഉരഞ്ഞു തുടങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജോയിൻറ്റിൽ വേദന അനുഭവപ്പെടും. ഈ കണ്ടീഷനാണ് നമ്മൾ ഡിജനറേറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. അത് മൾട്ടിപ്പിൾ ജോയിൻസിനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യും. കയ്യിലെ ചെറിയ ജോയിൻസ്, തോള്, എൽബോയൊക്കെ അഫക്റ്റ് ചെയ്യും. അല്ലാതെ മറ്റുള്ള അസുഖങ്ങൾ കൊണ്ടോ അപകടം കൊണ്ടോ വരുന്നത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ആദ്യം ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ ഔഷധ ചികിത്സ, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കുറേയൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള വേദന സംഹാരികളുടെ ഉപയോഗം ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഈ കണ്ടീഷന് ഡോക്ടർ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒരു ചികിത്സയായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. ജോയിൻറ്റ് റീപ്ലേസ് കൊണ്ട് നമ്മൾ ചിലർക്കുള്ള ഒരു തെറ്റായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട് മൊത്തമായിട്ട് എടുത്ത് മാറ്റി പുതിയ തികച്ചും കൃത്യമായ ഒരു അവയവം പിടിപ്പിക്കുന്ന ഒരു സർജറിയാണ് എന്ന് ആണ് ചിലർക്ക് എങ്കിലും ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചില പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സന്ധിയുടെ ഉപരിതലം ഒന്ന് ചെത്തി മിനുസപ്പെടുത്തി പ്രോസ്തസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ആവരണം ഈ സന്ധിയുടെ ഉപരിതലത്തിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഏത് സന്ധിയാണെങ്കിലും നമ്മൾ ഇതാണ് ചെയ്യുന്നത്. നമ്മൾ സന്ധി മൊത്തമായിട്ടൊന്നും മാറ്റുന്നില്ല. കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് നീ റീപ്ലേസ്മെൻ്റ് എന്നല്ല പറയുന്നത്, നീ ആർത്രോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വി ആർ നോട്ട് റീപ്ലേസിങ് ദ ജോയിൻറ്റ്, വി ആർ ജസ്റ്റ് ആൾട്ടറിങ് ദ നേച്ചർ ഓഫ് ദ ജോയിൻറ്റ്. അതാണ് നീ ആർത്രോപ്ലാസ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചെയ്തില്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മളുടെ ആ വേദന സംഹാരികൾ സൈഡ് എഫക്റ്റ് വരും. മുട്ടിന് വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. കാർട്ടിലേജ് നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കും അത് പിന്നെ എന്താണുള്ളത്? എല്ലും തമ്മിൽ ഉരഞ്ഞു തുടങ്ങും. ഈ ജോയിൻറ്റിനകത്ത് ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് കെട്ടും.
ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും ഉള്ള വേദന നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ശരീരം നമ്മളെ അറിയിക്കുന്നതാണല്ലോ വേദനയിലൂടെ. അപ്പം അത് കടുത്ത് വരും. മനുഷ്യ ശരീരത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മുട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാൽമുട്ട് എന്ന് പറയുന്ന അവയവത്തിന്റെ ഒരു സവിശേഷത എന്തായിരിക്കും? ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് കൈയും കാലും, അതിൽ സംശയമൊന്നുമില്ല. കാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലോട്ട് പോകണമെങ്കിൽ കാലുണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റീപ്ലേസ് ചെയ്യപ്പെടുന്ന 2 ജോയിൻസ് എന്ന് പറയുന്നത് ഹിപ്പും നീയുമാണ്. ഈ 2 ജോയിൻസ് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് ആയിരുന്നാലോ തുടർച്ചയായിട്ട് വേദന ഉണ്ടെങ്കിലോ ഒരിക്കലും നമുക്ക് നോർമൽ ലൈഫ് സാധ്യമല്ല. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് തേഞ്ഞിരിക്കുന്നു, നമ്മൾ ഇടത്തെ ഷോൾഡർ ജോയിൻറ്റ് തേഞ്ഞിരിക്കുന്നു, ഞാൻ അധികം 70 വയസ്സായി, ഞാൻ ഇടത്തെ കൈവച്ച് അധികം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാം. എൻ്റെ ഇടത്തെ കാല് തേഞ്ഞിരിക്കുന്നു, ഞാൻ എങ്ങോട്ടും നടക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്സ് നോക്കുമ്പോൾ, നമ്മളുടെ ദൈനംദിന ജീവിത കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുട്ടും ഇടുപ്പും ഇല്ലാതെ ഒരിക്കലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് എല്ലാവരും മുട്ടും ഇടുപ്പും ഓടി വന്ന് മാറ്റി വയ്ക്കാൻ പറയുകയും ഷോൾഡറോ എൽബോയോ ഒക്കെ ആണെങ്കിൽ നിൽക്കി ഡോക്ടറെ കുറച്ചുകൂടെ ഒന്ന് കടുപ്പാവട്ടെ എന്ന് പറയുകയും ചെയ്യുന്നത്. ഈ മുട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ബേസിക്കലി? പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലോട്ട് നടക്കാൻ പറ്റത്തില്ല, 2 സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, കുത്തിയിരിക്കാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോകുന്നതാണെങ്കിൽ അവിടെ 2 സ്റ്റെപ്പ് കാണും, കയറാൻ പറ്റത്തില്ല, കൊച്ചുമക്കളുടെ കൂടെ ഓടാൻ പറ്റത്തില്ല, കളിക്കാൻ പറ്റത്തില്ല, നമ്മളുടെ എന്റർടൈൻമെന്റ്സ് ഒന്നും നടക്കത്തില്ല. പിന്നെ ഇത് നമ്മളുടെ മൊത്തത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസ് കുറയുന്നതുകൊണ്ട് നമ്മൾ പൊണ്ണത്തടിയന്മാരാവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വളരെ തടി 100 കിലോ ഉള്ള ആൾ വന്നിട്ട് പറയും ഡോക്ടറെ വെയിറ്റ് കൂടുതലാണ്, എനിക്ക് വെയിറ്റ് കുറച്ചിട്ട് നീ റീപ്ലേസ്മെന്റ് ചെയ്യാം, അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞുതരാൻ പറയും. ഞാൻ പറയാം അങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ഫസ്റ്റ് യു ഗെറ്റ് എ ജോയിന്റ് റീപ്ലേസ്മെന്റ്, ദെൻ യു ഡു എക്സസൈസ്, അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. വളരെ തടിയുള്ള 100 കിലോ ഉള്ള ആളുകൾ വന്ന് നീ റീപ്ലേസ്മെന്റ് ചെയ്ത് അതിനുശേഷം 70-60 കിലോ ആയി വളരെ ചെറുപ്പക്കാരായി എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പല സന്ദർഭങ്ങളും ഉണ്ട്. ആൻഡ് ദേ ആർ വെരി ഹാപ്പി ഓൾസോ. ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പം സ്വതവേ എല്ലാവരും ഒന്നും ആശുപത്രി പോയി ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല, ദൈനംദിന ജീവിതത്തിൽ വളരെ തിരക്കുള്ള ആൾക്കാരുമായിരിക്കും. അപ്പം ഞാനും നിത്യം ജോലിക്ക് പോകുന്ന ഒരാളാണ്, തിരിച്ചു വരുന്നത്. എപ്പോഴാണ് ഇത് എവിടെ വെച്ചാണ് നമ്മൾ ഹിറ്റ് ചെയ്യുക എൻ്റെ നീക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്? എല്ലാവരും ഓടി വന്ന് പറയും ഡോക്ടറെ വേദന. അപ്പോൾ നമ്മളെല്ലാവർക്കും നോക്കിയിട്ട് പറയും വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമുള്ള വേദനയല്ല എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ ചോദ്യമുണ്ട്, പക്ഷേ എനിക്ക് ഡോക്ടർ വേദനയുണ്ട്, എന്തുകൊണ്ട് വേദന? ഞാൻ പൊതുവേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, വേദന എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ്, അത് നിങ്ങളുടെ ശരീരത്തിൽ കാണും. വേദന എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള വേദനയാണോ എന്നാണ് ഡോക്ടർ നോക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വേദന കൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഉണ്ടോ, എൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യം ഇതെന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ജോലി ചെയ്തുകൊണ്ട് വന്ന വേദനയാണോ, നമ്മൾ വിശ്രമിക്കുമ്പോൾ ഇതങ്ങ് മാറിപ്പോകുന്നുണ്ടോ, ഇതെല്ലാ ദിവസവും ഒരുപോലെ നിൽക്കുന്നുണ്ടോ, നമ്മൾ ദൈനംദിന ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ദിവസം ഒരാൾക്ക് ഒരു കുറച്ച് ദൂരം ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ നടന്നപ്പോഴാണ് വേദന വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ 400 മീറ്റർ തന്നെ നടക്കുമ്പോൾ വേദന വരുന്നു. അപ്പം വേദന ഇല്ലാതെ നടക്കാൻ പറ്റുന്ന ദൂരം ക്രമമായിട്ട് കുറഞ്ഞു വരുന്നു, മുട്ടിന് വളവ് കാണുന്നു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമല്ലോ. അപ്പോൾ ഒരാൾക്ക് നീ റീപ്ലേസ് ചെയ്യണം എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു സർജറി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിലിപ്പം റോബോട്ടിക്സ് ഒക്കെ വന്നു പറയുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ് എന്താണ്? നമ്മൾ സാധാരണയായിട്ട് കൺവെൻഷണൽ ടൈപ്പ് ഓഫ് നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മെക്കാനിക്കൽ ജിഗ് ഉപയോഗിച്ചാണ് ഈ അസ്ഥിയുടെ പ്രതലം സർഫസ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. സന്ധിയുടെ പ്രതലം ഷേപ്പ് ചെയ്യുന്നത് ഒരു പ്രത്യേക ആംഗിളിൽ, പ്രത്യേക ചരിവിൽ ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾക്കുള്ള മെക്കാനിക്കൽ ആക്സിസ് കറക്റ്റായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് നമ്മളുടെ മുട്ടിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കൺവെൻഷണൽ നീ റീപ്ലേസ്മെൻറ്റിൻ്റെ എന്തുകൊണ്ട് റോബോട്ടിക്സിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൺവെൻഷണലായിട്ടുള്ള നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷവും വളരെ ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷവും കുറച്ച് ആളുകളൊക്കെ അതൃപ്തി പറയാറുണ്ട്. മൊത്തത്തിലുള്ള സ്റ്റഡികൾ നടത്തിയപ്പോഴത്തേക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ഒരു 20% ആളുകളും ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദ നീ റീപ്ലേസ്മെൻറ്റ് ദേ ഗോട്ട്. അതായത് നമ്മൾ നന്നായിട്ട് തന്നെ സർജറി ചെയ്തിട്ടുണ്ട്, എക്സ്റേ ഒക്കെ പെർഫെക്റ്റ് ആണ്, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, ഇൻഫെക്ഷനൊക്കെ ഒന്നുമില്ല, ലിഗ്മെന്റ് ബാലൻസിങ് എന്ന് പറയും, ഈ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെയൊക്കെ ബാലൻസിങ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും 20% ഓഫ് ദ പേഷ്യൻറ്റ് ഈസ് നോട്ട് ഹാപ്പി ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺ, പല കാരണങ്ങൾ കാണും.
ചിലപ്പം അവർക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലായിരിക്കും. ഇതിന് ശേഷം നമ്മളൊരു കാർ വാങ്ങിക്കുന്ന കണക്ക് തന്നെയാണ്. നമ്മളൊരു ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാർ മേടിക്കുന്നു, അതുപോലെ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ അത് നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലായത് തൊട്ട് ഇവരുടെ ഗ്ലൈസെമിക് സ്റ്റാറ്റസ്, ഡയബറ്റിക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത്, ഹൈപ്പർ ടെൻഷൻ, ഏജ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, പിന്നെ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ്, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇതിൽ ബുദ്ധിമുട്ട് വരാം. എന്നാലും ഈ കാര്യങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ മുമ്പോട്ട് വരുന്നത്. ഈ റോബോട്ടിക്സിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ മെക്കാനിക്കൽ ജിഗ് ഉപയോഗിച്ചാണ് അസ്ഥിയുടെ സർഫസ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ മെക്കാനിക്കൽ ജിഗുകളെല്ലാം ഒരു ആവറേജ് ഹ്യൂമൻ അനാറ്റമിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ 100 പേരെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ 100 പേരുടെയും മുട്ട ഒരേപോലെ ആയിരിക്കില്ല. വളരെ ചെറിയ 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 വ്യത്യാസങ്ങൾ ഓരോ അലൈൻമെൻറ്റിലാണെങ്കിലും ആംഗിളിനാണെങ്കിലും വളവിനാണെങ്കിലും കാണും. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും വേണ്ടി നമുക്ക് മെക്കാനിക്കൽ ജിഗ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് എടുത്തിട്ട് അതനുസരിച്ച് ഒരു ജിഗ് ഡിസൈൻ ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മൾ സർഫസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡോക്ടറുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, എക്സ്പെർട്ടൈസേഷൻ അനുസരിച്ച്, സ്കിൽ അനുസരിച്ച് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗ്രോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ ടു എ സേർട്ടൺ ലെവൽ. നമുക്ക് സബ് മില്ലിമീറ്റർ ലെവലിലോ അല്ലെങ്കിൽ ഒരു 0.5 ഡിഗ്രി ലെവലിലോ ഒന്നും ഈ ജിഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു മേ നോട്ട് ഫീൽ യുവർ നീ ക്വൈറ്റ് നാച്ചുറൽ. നമ്മളുടെ മുമ്പുണ്ടായിരുന്ന നീ പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ റോബോട്ടിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ റിയൽ ടൈമായിട്ട് ഏത് പേഷ്യൻറ്റിനാണോ അല്ലെങ്കിൽ ഏത് ക്ലയൻറ്റിനാണോ നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അനാറ്റമി, മെക്കാനിക്കൽ അലൈൻമെൻറ്റ് എല്ലാം നമ്മൾ ഈ ഇതിൽ ഫീഡ് ചെയ്യും. അതിൽ ഫീഡ് ചെയ്തതിന് ശേഷം റോബോട്ട് വിൽ ഡിസൈഡ് വാട്ട് ആംഗിൾ യു ഷുഡ് കട്ട്. അപ്പോൾ അത് ശരിക്കും ഒരു കസ്റ്റം മെയ്ഡാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ജിഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സർജിക്കൽ പ്ലാനിങ് നടത്തി അത് നിങ്ങളുടെ നീ റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പോലെ, അതായത് ഒരു കസ്റ്റം മെയ്ഡ് ജിഗ് അല്ലെങ്കിൽ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു നീ റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അത്ര ആക്യുറേറ്റ് ആയിരിക്കും ഈ റോബോട്ടിക്സ് വെച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചെയ്ത് വരുമ്പം തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെ സർജന് തോന്നും. ഈ മെക്കാനിക്കൽ ജിഗ്സിൽ അതിലെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ റോബോട്ടിക്സിലോട്ട് വരുമ്പോഴത്തേക്കും ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് ഏത് ലെവലിലും, സബ് മില്ലിമീറ്റർ ലെവലിൽ, നേരത്തെ പറഞ്ഞ കണക്ക് 0.5 ഡിഗ്രി ലെവലിൽ നമുക്ക് വ്യത്യാസം വരുത്താം. അതായത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിങ് നടത്താൻ പറ്റും. പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിങ് നടത്തി ഈ പ്ലാൻ ചെയ്ത് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. ഇനി ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യാനും പറ്റും. ആൻഡ് യു ക്യാൻ ഓൾട്ടർ ദ പ്ലാൻ ഓൾസോ. നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വേണമെങ്കിൽ വരുത്താനും പറ്റും. ഇതൊക്കെ നമുക്കൊരിക്കലും മെക്കാനിക്കൽ ജിഗ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഐ എം നോട്ട് സെയിങ് കൺവെൻഷണൽ നീ റീപ്ലേസ്മെൻറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. കൺവെൻഷണൽ ആയാലും റോബോട്ടിക് ആയാലും നമ്മുടെ ഈ നീ ഓപ്പൺ ചെയ്യുന്നതും ഇതിൽ സാധനങ്ങൾ വെക്കുന്നതും റീപ്ലേസ് ചെയ്യുന്നതും എല്ലാം ഫിസിക്കലി ആയിട്ടല്ലേ, മാനുവലായിട്ട് തന്നെ അല്ലേ? റോബോട്ടിക്സിൽ വേറെ എന്തെങ്കിലും മെഷീനറി ഉപയോഗിച്ചിട്ടാണോ? ദാറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ ഏത് ടൈപ്പ് റോബോട്ടാണ് യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട് ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റോബോട്ടിന് ഫീഡ് ചെയ്തതിന് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും സർജൻ തന്നെ ആയിരിക്കും. നീ ജോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നതും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം സർജൻ തന്നെ ആയിരിക്കും. ഈ ബോൺ കട്ട്സ് എടുക്കുന്നതാണ് റോബോട്ടിൻ്റെ ബോൺ കട്ടർ ഡിസൈഡ് ചെയ്യുന്നതും ബോൺ കട്ട് പെർഫോം ചെയ്യുന്നതിലുമാണ് നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്തതിന് ശേഷം സർജൻ അത് തന്നെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ. റോബോട്ട് വിൽ ടേക്ക് ഓൾ ദ കട്ട്സ്. ഇനി റോബോട്ട് അസിസ്റ്റഡ് ആമുള്ള റോബോട്ട്സ് ഉണ്ട്. അതാണ് കുറച്ചുകൂടെ അഡ്വാൻസ്. കാര്യം എപ്പോഴും സർജൻ അതിൽ കൂടുതൽ നിയന്ത്രണമുണ്ട്. അപ്പം വി വിൽ യൂസ് എ റോബോട്ടിക് ആം. സർജൻ വിൽ യൂസ് എ റോബോട്ടിക് ആം ടു മേക്ക് ഓൾ കട്ട്സ്. അപ്പോഴത്തേക്കും നമ്മൾ റോബോട്ടിനെ ഓവർസീ ചെയ്യുന്നു, റോബോട്ട് നമ്മളുടെ പെർഫോമൻസും ഓവർസീ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി മോർ ആക്യുറേറ്റ്. സർജൻസ് ഡയറക്റ്റഡ് കട്ട്സ്. ഇപ്പോൾ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ മുന്നേ കൂട്ടി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രോസ്റ്റസിസോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഒക്കെ ഉള്ള ആളുകൾ, ഇവർക്കൊക്കെയും ഈ റോബോട്ടിക് സർജറിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ നോർമൽ മെത്തേഡ്സിന് മുകളിൽ? ഈ റോബോട്ടിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവാണ് കാര്യങ്ങൾ. അതായത് ഡോക്ടർ ചെയ്തത് എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. മനസ്സിലായോ? മറ്റത് ഒരു പടം വരയ്ക്കുന്ന കണക്കാണ്. നമ്മളുടെ ഡോക്ടറുടെ സ്കിൽ ലെവൽ എത്രയാണ്, നമ്മളുടെ ഡോക്ടറുടെ എക്സ്പെർട്ടൈസേഷൻ എത്രയാണെന്നുള്ളതിനൊരു മോണിറ്ററിംഗ് ഒന്നുമില്ല. നമ്മൾ കേൾക്കുന്നു, ഡോക്ടർ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇത് അങ്ങനെയല്ല. നിങ്ങളുടെ ഡോക്ടർ 1 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. 2 ഡിഗ്രി ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്താൽ 1 ഡിഗ്രി കട്ട് തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇതാണ് റോബോട്ടിക്സിൻ്റെ ഏറ്റവും പ്രധാനം സംഭവം. സായിപ്പ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ ഡോക്ടറുടെ സ്കില്ല് ഇച്ചിരി കുറഞ്ഞിരുന്നാലും ദേ വിൽ ഗെറ്റ്
എ ബെറ്റർ റിസൾട്ട്. ഇതാണ് റോബോട്ടിക്സിന്റെ ഫോൾ കൺസെപ്റ്റ്. ചില പ്രത്യേക കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും റോബോട്ടിക്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മെക്കാനിക്കൽ ജിഗ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേമറും, അതായത് തൈബോണും ടിബിയയും ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നേരത്തെ ഒരു അപകടം വന്ന് നമ്മളുടെ ഫീമറിന് എന്തെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു ഇംപ്ലാന്റ് കിടക്കുന്നു, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ മെക്കാനിക്കൽ ജിഗ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ സമയത്ത് ശരിക്കും മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കമ്പ്യൂട്ടർ നാവിഗേഷനാണ്. ഈ കമ്പ്യൂട്ടർ നാവിഗേഷൻ തന്നെ അഡ്വാൻസ്ഡ് വേർഷനാണ് റോബോട്ടിക്സ്. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും റോബോട്ടിക്സിന് അഡ്വാൻറ്റേജ് വരും. അതൊരു കാര്യമാണ്. പിന്നെ ശരിക്കും പ്രായത്തിൽ രണ്ടും അതായത് റോബോട്ടിക്സ് ആണ്, കൺവെൻഷണൽ ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും ദാറ്റ് ഡസൻറ്റ് മേക്ക് മച്ച് ഡിഫറൻസ്. ഇപ്പം വളരെ ഓസ്റ്റിയോപൊറോട്ടിക്, വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട് ഉണ്ട്. അതിൽ ഈ ബേസ്ഡ് റോബോട്ട്സ് ദേ ആർ ഇൻഫീരിയർ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. നമ്മൾ കൺവെൻഷനലി ചെയ്യുന്നതിനേക്കാളും ഈ ബേസ്ഡ് റോബോട്ട്സ് കുറച്ച് ഇൻഫീരിയർ സൈഡിലാണ് നിൽക്കുന്നത്. വളരെ ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടുള്ള ബോണിൽ നമുക്കത് ഇൻഫീരിയർ ആണ് കൺവെൻഷണൽ നീ റീപ്ലേസ്മെൻറ്റിനേക്കാൾ. പൊതുവേ ഈ ഇംപ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓർത്തോപെഡിക്ഷൻ എന്നുള്ള ലെവലിൽ, സയൻറ്റിഫിക് ലെവലിൽ നമ്മൾ ഇംപ്ലാന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു എല്ല് പൊട്ടി അതിനിടുന്ന കമ്പി, സ്ക്രൂ, അല്ലെങ്കിൽ ഇൻട്രാമെഡുലറി റോഡ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇംപ്ലാന്റ് എന്ന് കൊണ്ട് വീക്ഷിക്കുന്നത്. നമ്മുടെ നീ റീപ്ലേസ്മെൻറ്റിനുള്ള പ്രോസസ്സിനും കോമൺ ആയിട്ട് ഇംപ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ശരിക്കും അത് പ്രോസസ്സസ് ആണ്. വി ആർ റീപ്ലേസിങ് എ ബോഡി പാർട്ട്. അപ്പോൾ അത് കൂടുതൽ കറക്റ്റായിട്ട് പ്രോസസ്സ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നീ ജോയിൻറ്റ് പ്രോസസ്സസ് എന്നാണ് പറയുന്നത്. ഇംപ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഒടിവ് വന്നു, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു, അതിനൊരു ബലപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു കമ്പി, സ്ക്രൂവും പ്ലേറ്റും ഒക്കെ വെച്ചു, അത് ഇംപ്ലാന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രാമെഡുലറി നെയിൽ, ലോങ് ബോണൊക്കെ ഒടിയുമ്പോഴത്തേക്ക് അതിനകത്തിടുന്ന നെയിൽ, ഇതൊക്കെ ഇംപ്ലാന്റ്സ് ആണ്. റോബോട്ടുകളുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം ഡ്രൈവർലെസ് കാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും ആശങ്ക ഉണ്ടാവും. അപ്പോഴും അപ്പം റോബോട്ടിക്കായിട്ടുള്ള സർജറിക്കിടയിൽ യന്ത്ര തകരാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിലിയറോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത പ്രോട്ടോകോൾ എന്താണ്? റോബോട്ടിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റോബോട്ട് നിന്ന് പോകുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ നിൽക്കാറില്ല. കാര്യം ഫ്ലൈറ്റ് കണക്കാണ്. ഈ വിമാനത്തിന് എല്ലാത്തിനും 2 എഞ്ചിനുണ്ട്, 1 എഞ്ചിനുണ്ടെങ്കിലും പറക്കും എന്ന് പറയുന്ന കണക്ക് എല്ലാത്തിനും ബാക്കപ്പ് ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് റോബോട്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സിനാരിയോസ് അതിനെ വരാറില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ റോബോട്ട് നിന്ന് പോയാലും മാനുവലായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. എല്ലാവരും വിചാരിക്കുന്ന കണക്ക് റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് എപ്പോഴും ഒരു ഹ്യൂമൻ കൺട്രോൾ ഉണ്ട്. എസ്പെഷ്യലി നമ്മളുടെ അസിസ്റ്റഡ് റോബോട്ട്, സർജൻ അസിസ്റ്റഡ് റോബോട്ട് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു 100% കൺട്രോൾ ഉണ്ട്. അതുണ്ടായിരിക്കണം. അല്ലാതെ ഒരു യന്ത്രത്തിന് ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ AI ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം AI റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് സർജനെയാണ്. കാര്യം ഒരു സർജൻ ഫേസ് ചെയ്യുന്നത്ര ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോസ് സത്യത്തിൽ വേറൊരു പ്രൊഫഷണലിലും ഫേസ് ചെയ്യുന്നില്ല. ജനങ്ങളെ മറ്റൊരു പ്രധാന സംശയമുള്ള മേഖല, ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും ഫോർ ദിസ് പർട്ടിക്കുലർ ഓപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ സാധാരണ കൺവെൻഷണൽ നീ റീപ്ലേസ്മെൻറ്റും റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആശുപത്രിവാസം ഏതിനാണ് കൂടുതൽ കുറവ്? ആക്ച്വലി ഈ ചോദ്യമൊക്കെ ഭയങ്കര വേരിയബിൾ ആയിട്ടുള്ള ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നുള്ളത് ആദ്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിലേക്ക് വരുന്നു എന്നനുസരിച്ചായിരിക്കും. വളരെ ധൈര്യമുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി കൺവെൻഷണൽ ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും അന്ന് തന്നെ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നടക്കാൻ പറയും. നമ്മൾ സർജറി ചെയ്യുന്ന ദാറ്റ് ഡേ ഈവനിങ് ഇറ്റ് സെൽഫ് നമ്മൾ നടന്നോളാൻ പറയും. ഇപ്പം എല്ലാ പേഷ്യൻറ്റും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചില ആളുകൾ അന്ന് തന്നെ നടക്കും. ചില ആളുകൾ പറയും, സാറേ ഡോക്ടറെ ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് നാളെ നടക്കാം. ചിലർ പറയും മറ്റന്നാൾ നടക്കാം. അങ്ങനെ 48 മണിക്കൂർ വരെ ഡിലേ ചെയ്തിട്ടാണ് പേഷ്യൻ്റ് നടക്കാൻ തുടങ്ങുന്നത്. ദാറ്റ് ഡിപ്പെൻസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ഡോക്ടറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3rd ഡേ തന്നെ ഈവൻ കൺവെൻഷണൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. റോബോട്ടിക്സിൽ ദിസ് ഈസ് മോർ അഷ്വേർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ ഡിസെക്ഷൻ വളരെ കുറവായതുകൊണ്ട് റോബോട്ടിക്സിൽ എപ്പോഴും പെയിൻ കുറവായിരിക്കും. രണ്ടാമതൊരു കാര്യം വെച്ചാൽ ബ്ലീഡിങ്ങും കുറവായിരിക്കും. ഈ ഡിസെക്ഷൻ വളരെ കുറയുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങും വളരെ കുറവായിരിക്കും. ഇഫ് യു ഡു റോബോട്ടിക്സ് ദർ ഇസ് എ ബെറ്റർ ചാൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് റീഹാബിലിറ്റേറ്റഡ് ആവാനും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനും നിങ്ങൾക്ക് പെയിൻ കുറഞ്ഞിരിക്കാനും ബ്ലീഡിങ് കുറഞ്ഞിരിക്കാനും
റോബോട്ടിക്സ് ചെയ്യുമ്പോഴത്തേക്കും ദർ ഇസ് എ ബെറ്റർ ചാൻസ്. ആശുപത്രിവാസം എന്ന പോലെ തന്നെ പ്രധാനമാണ് റീകൂപ്പറേറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടി നമ്മൾ തന്നെ നടന്നു തുടങ്ങി നമ്മൾ നിത്യജീവിതത്തിലോട്ട് മടങ്ങി വരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, അതിൽ വേരിയേഷൻ ഉണ്ടോ ഈ 2 കേസിലും? 1 മന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എത്ര പെയിൻ സഫർ ചെയ്തു, ഇനിഷ്യലി എന്തൊക്കെ പ്രശ്നം വന്നു എന്നുള്ളത് ഇതിനെ അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും റോബോട്ടിക്സിൽ ഈ റീഹാബിലിറ്റേഷൻ പീരീഡിനൊരു സ്പീഡ് വരും തീർച്ചയായിട്ടും. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം റിസൾട്ട്സിൽ ഈ അലൈൻമെന്റ് ഇത്രയും പെർഫെക്റ്റ് ആവുന്നത് കൊണ്ട് ഈ ഷോർട്ട് ടേം റിസൾട്ട്സ് മാത്രമല്ല, ലോങ് ടേം റിസൾട്ട്സും വളരെ ബെറ്റർ ആയിരിക്കും. യു വിൽ ഫീൽ യുവർ നീ മോർ നാച്ചുറൽ ആൻഡ് ദ ഇംപ്ലാന്റ് വിൽ റിമെയിൻ ഇൻ ദ ബോഡി ഫോർ ലോങ്ങർ ടൈം. നമ്മളുടെ ബോഡിയായിട്ട് ചേർന്നത് ലോങ് ടേം റിസൾട്ട്സും കൂടുതലായിരിക്കും, കൂടുതൽ പൊരുത്തപ്പെടും. മാത്രമല്ല അത് അതായത് ഒരു സേർട്ടൺ പീരീഡ് കഴിയുമ്പോഴത്തേക്കും, അതായത് 20-25 വർഷം കഴിയുമ്പോഴത്തേക്കും ഇംപ്ലാന്റ് ലൂസണിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പം നമ്മൾ ഇംപ്ലാന്റ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വളരെ നല്ലൊരു ലിഗ്മെന്റ് ബാലൻസിങ് കൊടുത്താൽ അതിനുള്ള ചാൻസും കുറയും. ഈ അസുഖം സാധാരണഗതിക്ക് വന്ന് കാണുന്നത് സ്പോർട്സ് താരങ്ങളിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, പലരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഇതുപോലത്തെ സർജറി ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് പഴയ പോലെ സ്പോർട്സ് ആക്ടിവിറ്റികളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ജോഗ് ചെയ്യാനൊക്കെ പറ്റും. ജോഗ് ചെയ്യാം, സൈക്കിൾ ചവിട്ടാം, മൗണ്ടനിങ് ചെയ്യാം. പിന്നെ ഫുട്ബോളൊന്നും കളിക്കാൻ പറ്റത്തില്ല. കോൺടാക്ട് സ്പോർട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. കാര്യം വീഴ്ച ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളും. 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾ തീർച്ചയായിട്ടും കോൺടാക്ട് സ്പോർട്സിലോട്ടൊന്നും പോകാറില്ലല്ലോ. അപ്പം അത് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അവരൊക്കെ അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റും. വളരെ അധ്വാനമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സർജൻസ് എങ്ങനെയാണ് ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നത്? അപ്പം ഇപ്പോൾ ചിലർ പഴയ പോലെ ചെയ്തിട്ട് റോബോട്ടിക്സിൽ വന്നിട്ടുള്ളവരാണോ അതോ നേരിട്ട് ഇപ്പോൾ റോബോട്ടിക്സിനാണോ പഠിപ്പിക്കുന്നത്? അങ്ങനെ വേരിയേഷൻ ഉണ്ടോ? ഇല്ല, എപ്പോഴും നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നമ്മളിപ്പം ഫ്ലൈറ്റ്, നമ്മളിപ്പം മോഡേൺ ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. മോഡേൺ ഫ്ലൈറ്റ്സ് ബോയിങ്ങിൻ്റെ പ്ലെയിനൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോ പൈലറ്റായിട്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈ ചെയ്ത് ദുബായിൽ കൊണ്ട് ഇറക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ പൈലറ്റിന് ഒരു റോളും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും ആദ്യം ഫ്ലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓട്ടോ പൈലറ്റ് കട്ട് ഓഫ് ചെയ്യുക, എന്നിട്ട് മാനുവലായിട്ട് പറത്തേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നീ ജോയിന്റ് റീപ്ലേസ്മെന്റിൽ വളരെ തറവായിരിക്കണം, വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് റോബോട്ടിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു സാങ്കേതിക ബുദ്ധിമുട്ട് വന്ന് പോയി, അല്ലെങ്കിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺവെൻഷനിലോട്ട് വരണം. 1. 2 എന്ന് പറയുന്നത് നമ്മൾ റോബോട്ടിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ റോബോട്ടിന്റെ വർക്ക് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവെൻഷനലായിട്ട് ഇതിൽ വളരെ എക്സ്പെർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. നമ്മൾ റോബോട്ടിക്സിൽ ട്രെയിൻഡ് ആവുന്നത് പോലെ തന്നെ കൺവെൻഷനിലും നല്ല ട്രെയിൻഡ് ആയിരിക്കണം. ഈ സർജറിയുടെ എല്ലാ കൺസെപ്റ്റ്സും കണക്കും കാര്യങ്ങളും എല്ലാം റോബോട്ടിനെ മനസ്സിൽ കൂട്ടുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിലും ഓടണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യം കൺവെൻഷനിൽ തന്നെയാണ് സർജൻസിനെ ട്രെയിൻ ചെയ്യേണ്ടത് എന്നാണ് അഭിപ്രായം. അല്ല ഡയറക്റ്റായിട്ട് റോബോട്ടിക്സ് ചെയ്യുന്നത് അത്ര ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമോ ഫീസിബിൾ ആയിട്ടുള്ള കാര്യമോ അല്ല. നമ്മളിപ്പോൾ 5 വർഷം മുന്നേ വരെയും നീ റീപ്ലേസ്മെന്റ് സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി എന്നൊന്നും നമ്മൾ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പം വളരെ സാധാരണ ഒരു ഓപ്പറേഷനായിട്ട് റോബോട്ടിക് നീ സർജറി മാറിയിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിലും ഓൾമോസ്റ്റ് കിട്ടാനുണ്ട്. അപ്പം അടുത്തൊരു 5-10 വർഷം കൊണ്ട് ഈ മേഖലയിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇനി വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. സാങ്കേതിക വിദ്യയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 5 വർഷമായിട്ട് റോബോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. തുടക്കകാലത്തുള്ള പല റോബോട്ടുകളും ഇമേജ് ബേസ്ഡ് ആണ്. അതായത് നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ പേഷ്യൻറ്റിൻ്റെ ഒരു CT ഇമേജ് എടുക്കുന്നു. ആ ഇമേജ് വെച്ച് റോബോട്ടിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാനിങ് നമ്മൾ റോബോട്ടിക് ഫീഡ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻറ്റിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. തിയേറ്ററിൻ്റെ അനാറ്റമി നമ്മൾ റോബോട്ടിനെ ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്ത് റോബോട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നു. ആ ഔട്ട്പുട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പോയിൻ്റായി. ഒന്ന്, ആദ്യത്തെ ഇമേജ് നമ്മൾ റോബോട്ടിനെ പഠിപ്പിക്കുന്നു. പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ ഇമേജും തിയേറ്ററിനകത്ത് വെച്ച് നമ്മൾ തമ്മിൽ മിക്സ് ചെയ്യുന്നു. അപ്പം ഒരു 3 പോയിൻ്റായി. നമുക്ക് ചെറിയ ചെറിയ എററുകൾ വരാനുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നു. ആ എററും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന റോബോട്ടുകളാണെങ്കിൽ ഈ ഫുള്ളി ഇമേജ്ലെസ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഒരു ഇമേജ് അതിൽ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റിയൽ ടൈം ആയിട്ടാണ് ഇമേജ് ഫീഡ് ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. തിയേറ്ററിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇതിൻ്റെ അനാറ്റമി നമുക്ക് റോബോട്ട് ഫീഡ് ചെയ്തിട്ട് അപ്പം തന്നെ റിയൽ ടൈം ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും.
അപ്പോൾ നമ്മൾ ആ ഇററിനുള്ള ഒരു ചാൻസ് ഒഴിവാക്കുകയാണ്. കണ്ടോ? അപ്പോൾ അതാണ് ആ ഒരു പേസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ റോബോട്ടുകൾ കൂടുതൽ AI സാങ്കേതികവിദ്യ കുറച്ചുകൂടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിലും ഒക്കെ. ഈ സാങ്കേതികവിദ്യ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തുവാ ഫീഡ്ബാക്ക് തരാൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ടുകൾ വരും. ഇപ്പം മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള ഫീൽഡിലൊക്കെ റോബോട്ട് ഉപയോഗിച്ച് മിനിമലി ഇൻവേസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർത്തോപീഡിക് ഫീൽഡിൽ, പ്രത്യേകം ജോയിന്റ് റീപ്ലേസ്മെന്റ് ഫീൽഡിൽ സാധാരണ മുറിവിൻ്റെ വലിപ്പം കാര്യമായിട്ട് വ്യത്യാസപ്പെടുത്താൻ റോബോട്ടിക് സാങ്കേതികവിദ്യ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ അതിന് തക്കതായിട്ടുള്ള സാങ്കേതികവിദ്യകൾ ചിലപ്പം ഡെവലപ്പ് ചെയ്ത് വരാം. ഇംപ്ലാൻസിലൊക്കെ വ്യത്യാസം വരുത്തി മിനിമലി ഇൻവേസീവ് സർജറിയിലോട്ട് വരാം. ഈ നമ്മൾ അരൈസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കി കൂടുതൽ സർജൻസ് ഫ്രണ്ട്ലി ആക്കാം, ഫാസ്റ്റർ ആക്കാം. തുടക്കത്തിലുള്ള റോബോട്ട്സുകൾ പലതും ബർ ബേസ്ഡ് ആയിരുന്നു. നമ്മൾ ശില്പം കൊത്തുന്ന കണക്ക് ഒരു റൊട്ടേറ്റിംഗ് ബർ വെച്ചിട്ടാണ് നമ്മളത് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സമയം കൂടുതലെടുക്കും. പിന്നെ ഓസ്റ്റിയോപൊറോട്ടിക് ബോൺ ആണെങ്കിൽ അതിൻ്റെ ആക്യുറസി കുറച്ച് കുറഞ്ഞിരിക്കും. പക്ഷേ ബേസ്ഡ് റോബോട്ടുകൾ, ഇപ്പോൾ ഇറങ്ങുന്ന റോബോട്ടുകൾ ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഓസ്റ്റിയോപൊറോട്ടിക്കിലും പൊറോസിറ്റിക് ബോണിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫാസ്റ്റർ ആയിരിക്കും, കട്ട് കൂടുതൽ സ്മൂത്ത് ആയിരിക്കും, സർജിക്കൽ ടൈം തന്നെ കുറയും. അങ്ങനെ ഓരോ ലെവലിലും അഡ്വാൻസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി റോബോട്ട് യൂസ് ചെയ്യുന്ന, ഓർത്തോപെഡിക്സിൽ റോബോട്ട് യൂസ് ചെയ്യുന്ന കാലവും വന്ന് വരികയാണ്. ഒരു 2-3 വർഷത്തിനകത്ത് തന്നെ കീ ഹോൾ സർജറീസ് നമ്മൾ ACL കേട്ടിട്ടുണ്ടല്ലോ, വളരെ സർവ്വസാധാരണ എല്ലാവർക്കും ചെയ്യുന്ന നീ ജോയിനിലെ ACL റീകൺസ്ട്രക്ഷൻ സർജറിയും ഷോൾഡർ സ്റ്റെബിലൈസേഷൻ സർജറിയും ഒക്കെ റോബോട്ടിക്കിലൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യ വികസിച്ചു വരാണ്. അപ്പം നാളെ ഒരുപാട് വിപ്ലവങ്ങൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഒരു ദിവസം ഈ സർജൻ വേണ്ട, ഇനി റോബോട്ടും AI മാത്രം മതി, അവർ സർജറി ചെയ്തോളും എന്നൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ടോ? എനിത്തിങ് ഈസ് പോസിബിൾ ഇപ്പോഴത്തെ അത്രയാണ്. എന്നാലും അത് വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് റോബോട്ട് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്കും, ഡോക്ടർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്കും വേറെ തമാശയായിട്ട് പറഞ്ഞാണ്, അപ്പം നീ റോബോട്ടിനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ടാണ് നീ കാശ് വാങ്ങിക്കുന്നത്. തമാശയായിട്ട് പറഞ്ഞാണ് പുള്ളി. എന്നാലും അങ്ങനെ ഒരു കാലം വരുമോ എന്നുള്ളതാണ് ഈ ചോദ്യം. അതിന് വളരെ സാധ്യത കുറവാണ്. നമ്മളിപ്പോഴുള്ള പഠനങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. ഡോക്ടർ എന്നുള്ളതിനെ കഴിഞ്ഞ് സർജനാണ്. ഒരു സർജൻസ് ഫേസ് ചെയ്യുന്ന അത്ര വെറൈറ്റി സിനാരിയോസ് ഒരു പ്രൊഫഷണലും ഫേസ് ചെയ്യാറില്ല. ഈച്ച് ആൻഡ് എവറി കേസ് ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ആ ഓരോ കേസും എടുത്ത് അത് കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ച് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യാവുന്ന റോബോട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർജൻ ഇതിലേക്ക് ഇറങ്ങണം. സർജൻ ഈ AI സാങ്കേതിക വിദ്യയും റോബോട്ടിക്സും ഒക്കെ പഠിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡ് വരെ അത് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും നമുക്ക് എല്ലാ സിനാരിയോസും നമുക്കൊരിക്കലും റോബോട്ടിന് ഫീഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചില സമയങ്ങളിൽ വളരെ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ഡിസിഷൻ എടുക്കണം, നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം. അതെല്ലാം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മലയാളികൾ പൊതുവേ ഇപ്പം കുറച്ചു ദൂരം നടന്നു, കാല് വേദനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു കുഴമ്പോ ഒക്കെ തേച്ച്, തൽക്കാലത്തേക്ക് എണ്ണയോ കുഴമ്പോ ഒന്ന് വേദന കുറയ്ക്കാനാണ്. അപ്പോൾ പലപ്പോഴും ആ വേദന അങ്ങനെ ശമിക്കാറുമുണ്ട്. ഏതൊരു അവയവത്തെ പോലെയും ഇപ്പോൾ ഒരു അസുഖമുണ്ടെങ്കിൽ അത് നേരാവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ മോശമാകുന്ന അവസ്ഥ കാൽമുട്ടിനും സംഭവിക്കാമല്ലോ. അപ്പോൾ ഈ കാലിനൊക്കെ വേദന ഉണ്ടാകുന്നവരോട് ഡോക്ടർക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വേദന ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്കൊരു പ്രശ്നമുള്ളൊരു വേദന ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ വിട്ടുകളയരുത്. ഇപ്പം നമ്മൾ ഏത് അസുഖവും നേരത്തെ ചികിത്സിക്കുന്നതാണല്ലോ നല്ലത്. നമ്മൾ അത് വഷളാകാൻ വേണ്ടി വിടാതെ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സർജറിയൊക്കെ ഒഴിവാക്കാൻ പറ്റും. സർജറിക്ക് മുമ്പുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് അതിലോട്ടൊക്കെ പോവാം. ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ട സമയം കൂട്ടിയെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഡോക്ടറെ അഡ്വൈസ് തേടുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഈ കൺവെൻഷണൽ മെത്തേഡും റോബോട്ടിക് സർജറിയും ഏതൊക്കെ സാഹചര്യങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട് എന്നും പറഞ്ഞു. എന്താണ് ഈ റോബോട്ടിക് സർജറിയുടെ കോസ്റ്റ് ഡിഫറൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എന്ന സർജൻ ഒരു പേഷ്യൻറ്റിന് അവൈലബിൾ ആയതിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. രാജാവിനും യാചകനും ചികിത്സയിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. അപ്പോൾ
ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അവൈലബിൾ ആണെങ്കിൽ പേഷ്യൻ്റ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ കൊടുത്തിരിക്കണം. റോബോട്ടിക്സിൽ നമുക്ക് ചിലവ് കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റോബോട്ട് അക്യൂർ ചെയ്യാൻ വേണ്ടി സ്വകാര്യ ആശുപത്രികളാണ് ചെയ്യുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി വരുന്ന പണച്ചെലവ് ഒരു പാർട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതും പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ കോസ്റ്റും ഒക്കെയാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്കൊരു കോസ്റ്റായിട്ട് വരുന്നത്. ഇതിന് ലോങ് ടേം റിസൾട്ട്സ് കൂടുതലായതുകൊണ്ടും ഇനീഷ്യൽ ഹോസ്പിറ്റലൈസേഷനും ഫിസിയോതെറാപ്പിയും കുറവ് വേണ്ടി വരുന്നതുകൊണ്ടും പലപ്പോഴും ഓവറാൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു വലിയ ഡിഫറൻസിലേക്ക് പോകുന്നില്ല എന്ന് വേണം പറയാൻ. ഇഫ് യു ക്യാൻ അഫോർഡ് ദാറ്റ്, ഇപ്പോഴെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അപ്പം അത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോബോട്ടിക്സ് യൂസ് ചെയ്യൂ. കോസ്റ്റ് ഈസ് ജസ്റ്റിഫൈഡ്. പിന്നെ കൺവെൻഷണൽ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടിക്സേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണല്ലോ ഈ കൂടുതലായിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ കൺവെൻഷനിലും ഓഫർ ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്, അത് അവൈലബിൾ ആണ് വൈഡ്ലി. അപ്പോൾ ഇഫ് ദേ ക്യാൻ അഫോർഡ് ദാറ്റ്, ഗോ ഫോർ റോബോട്ടിക്സ്. അതിന്റെ കോസ്റ്റ് ഡിഫറൻസ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ് കൊണ്ട് ജസ്റ്റിഫൈഡ് ആണെന്നാണ്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് ജസ്റ്റിഫൈഡ് ആണ്, ലോങ് ടേം റിസൾട്ട്സ് കൊണ്ട് ജസ്റ്റിഫൈഡ് ആണ്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നാൾ ആശുപത്രി കിടന്നു, നിങ്ങൾക്ക് എത്ര നാൾ ഫിസിയോതെറാപ്പി വേണ്ടി വന്നു, നിങ്ങൾ എത്ര അതിൻ്റെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തു, എത്രത്തോളം മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നതിൽ തുടങ്ങി ഈ വച്ചിരിക്കുന്ന ഈ പ്രോസസ്സ് എത്ര കാലം സർവൈവ് ചെയ്തു, നിങ്ങൾക്ക് റിവിഷൻ സർജറി 20-ാമത്തെ വയസ്സ് 20 വർഷം കഴിഞ്ഞാൽ വേണ്ടി വന്നോ, 21-ാമത്തെ വർഷം വേണ്ടി വന്നോ എന്നുള്ളത് വരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നല്ലോ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഡിഫറൻസ് വരുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുട്ടിനും അതുപോലെ ജോയിന്റുകൾക്കും വരുന്ന തേയ്മാനം തുടങ്ങിയ പല കേസുകളെ പറ്റി പറഞ്ഞു. പക്ഷെ അത് വന്ന ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീപ്ലേസ്മെന്റ് സർജറികളാണ്. പക്ഷെ വരാതിരിക്കണമെങ്കിൽ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ജീവിതശൈലി ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള ഒരു വലിയ ഘടകമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ആക്ടിവിറ്റി ലെവൽ വളരെ കുറവാണ്. നമ്മൾ ആവശ്യത്തിന് വ്യായാമം ചെയ്യണം. ഓവറായിട്ട് വ്യായാമം ചെയ്യണ്ട, ആവശ്യത്തിന് വ്യായാമം ചെയ്യണം. മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ജോയിൻസിന് സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എക്സർസൈസ്, മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിനിങ്, അതുപോലെ തന്നെ നമ്മളുടെ ദുശീലങ്ങൾ പരമാവധി ഒഴിവാക്കി വെക്കണം. പ്രത്യേകിച്ചും സ്മോക്കിംഗ് അത് ഒഴിവാക്കി വെക്കണം. ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. കാൽസ്യം കഴിക്കണം. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾ പലരും ഗർഭകാലത്തും ഡെലിവറിക്ക് ശേഷം ഒരു സർട്ടൻ പീരീഡ് നമ്മൾ മുലയൂട്ടുന്ന സമയത്തും കാൽസ്യം കഴിക്കണമെന്ന് വീണ്ടും 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 ഡോക്ടർമാർ പറഞ്ഞാലും കാൽസ്യം കഴിക്കില്ല. മൂത്രത്തിൽ കല്ലുണ്ടാവുമെന്നാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും കാൽസ്യം കഴിക്കുന്നത് കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാവത്തില്ല. ഈ സമയത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ കാൽസ്യം കഴിച്ചിരിക്കണം. അതിനുശേഷം 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരും കാൽസ്യം കഴിക്കണം. ദാറ്റ് വിൽ ഗീവ് മോർ സ്ട്രെങ്ത് ടു യുവർ ബോൺ. അപ്പം ബോണിലാണല്ലോ നമ്മൾ ജോയിൻറ്റ് ബോണിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം അത് ജോയിൻറ്റ് സപ്പോർട്ടിന് സഹായിക്കും. അതുകൊണ്ട് ന്യൂട്രീഷ്യസ് ഫുഡ്, ആവശ്യത്തിന് കാൽസ്യം സപ്ലിമെൻറ്റ് വേണ്ടി വരുന്ന ജീവിത സന്ദർഭങ്ങളിലെല്ലാം അതിൻ്റെ ഉപയോഗം, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് ഓസ്റ്റിയോആർത്രൈറ്റിസ് പരമാവധി. പിന്നെ ചിലപ്പം നമ്മളുടെ ജനറ്റിക്കൊക്കെ ആയിട്ട് ചിലർക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരും. അല്ലാതെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ മോഡിഫൈ ചെയ്യുന്നത് ഓസ്റ്റിയോആർത്രൈറ്റിസ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ഇനി വന്നാൽ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. പിന്നെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന പ്രായം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. സാധാരണഗതിയിലുള്ള ലൈഫ് സ്റ്റൈൽ വെച്ച് 50, 55 വയസ്സ്, 60 വയസ്സിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 70, 75 വയസ്സ് വരെ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും വേണ്ടാതെ മുമ്പോട്ട് പോകാനും പറ്റും.